ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ തൊട്ട് ഇന്ന് രാവിലെ ഇപ്പോൾ എത്ര മണിയാണ് ആയത്? ഇന്ന് രാവിലെ 11:30 മണി വരെയുള്ള, ഇന്ന് ഉച്ചയായി 11:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ്സ് ആണ് ഞാനിവിടെ പറയാൻ പോണത്. അപ്പോൾ ഇന്നലെ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുകയാണ്. അപ്പോൾ ഇന്നലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടമുള്ള പേര് വിളിക്കാം, ഇഷ്ടമില്ലാത്തവരെ ഇഷ്ടമുള്ള പേര് വിളിക്കാം. അങ്ങനെയുള്ളൊരു ടാസ്ക് ആയിരുന്നു രാവിലെ കൊടുത്തത്. അപ്പോൾ ഓരോരുത്തരും ഓരോർക്ക് ഇഷ്ടം ഇല്ലാത്തവരെയും ഇഷ്ടമുള്ളവരെയും ഒക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ നിന്ന് ഇഷ്ടമില്ലായ്മ കിട്ടിയത് അനീഷാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാ അപ്ഡേറ്റ്സും എല്ലാം കറക്റ്റ്, ആരുടെ പിന്നെ മറ്റുള്ളവരുടെ ആരുടെയും പക്ഷം പിടിക്കാതെ കറക്റ്റ് അപ്ഡേറ്റ്സ് പറയുന്ന ഒരു ചാനലാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് ഇവരെ ആരെയും പരിചയമില്ല, നമുക്ക് അവിടെ ലൈവിൽ കാണുന്നതനുസരിച്ചാണ് നമ്മൾ അപ്ഡേറ്റ്സ് തരുന്നത്. അപ്പോൾ അതനുസരിച്ച് കറക്റ്റ് അപ്ഡേറ്റ്സ് ആയിരിക്കും. നിങ്ങൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നേരത്തെ നമുക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷങ്ങളിലെ നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലാണ്. അത് കുറച്ച് പ്രശ്നങ്ങൾ വന്ന് ആയിപ്പോയത് കൊണ്ടാണ് അതിനകത്ത് വീഡിയോസ് ഇടാത്തത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് മീൻസ് ഇഷ്ടപ്പെടായ്മ ഏറ്റവും കൂടുതൽ കിട്ടിയത് അനീഷിനാണ്. കോമണർ അനീഷ് ക്യാപ്റ്റനാണ്. അപ്പോൾ അനീഷിനെ ആർക്കും ഇഷ്ടപ്പെട്ടാൽ നമുക്കറിയാം, 2-3 ദിവസമായിട്ട് നമ്മൾ കാണുന്ന പ്രവണതയാണ് അനീഷിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടായ്മ. പിന്നെ അതിനുശേഷം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ആദിലയും നൂറയും പിന്നെ അനുമോളയാണ്. മൂന്ന് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പേരിട്ട്. പക്ഷേ ഇവിടെ അതൊന്നും അല്ല പ്രശ്നം. നമ്മുടെ അക്ബർ വന്ന് നമ്മുടെ രേണു സുധീനെ വിളിച്ചത്, ഇപ്പൊ ഇഷ്ടമില്ലാത്ത പേര് വിളിച്ചത് സെപ്റ്റിക് ടാങ്ക് എന്നാണ്. അപ്പോൾ അത് അതൊരു കടുത്ത കൈയായിപ്പോയി. കാരണം അത് ആണായാലും പെണ്ണായാലും ഒരാളിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പം എന്തർത്ഥം എനിക്ക് തോന്നുന്നു, ഇങ്ങനെ അനാവശ്യമായിട്ടും ആവശ്യമില്ലാത്തതിനെല്ലാം ഇങ്ങനെ നുണ പറയുകയും കള്ളം പറയുകയും പിന്നെ ആരെങ്കിലും സഹായം ചെയ്യുന്നവരെല്ലാം തന്തയ്ക്ക് വിളിക്കുകയും നീ ആരാടാ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നത് കൊണ്ട്, അത് കണ്ടിട്ട് വന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത് മേ ബി. പക്ഷെ എന്നാലും അത് തെറ്റ് തന്നെയാണ്. തിരിച്ച് രേണു അക്ബറിനെ വേട്ടപ്പട്ടി എന്ന് വിളിച്ചു. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അക്ബർ റിയലൈസ് ചെയ്തു, കാരണം അത് തെറ്റായിപ്പോയി. അപ്പോൾ രേണു ചേച്ചിയോട് ക്ഷമ ചോദിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ലൈവിലും. രേണു ഇതെല്ലാം കേട്ടോണ്ട് വന്നിട്ട് ജസ്റ്റ് ഒരു നാഗവല്ലി അഭിനയമൊക്കെ അഭിനയിച്ചു. പിന്നെ വന്ന് ബെഡിൽ കിടന്ന് ഇങ്ങനെ 5-6 അടിയൊക്കെ അടിച്ചു. അങ്ങനെയായിരുന്നു ഇന്നലത്തെ ലൈവിലും. വേറെ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് കടന്നുപോയി. പിന്നെ അതിനുശേഷം അവരുടെ ആ ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ തന്നെ കടന്നുപോയി. പക്ഷെ ഇവിടെ പിന്നെ അത് ഒരു രേണുവിന് ചെറിയ ഒരു സപ്പോർട്ട് കിട്ടി എന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അക്ബർ അങ്ങനെ വിളിച്ചതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു. അത് ഹൗസിലുള്ളവർക്കും അത് തെറ്റായിട്ട് തന്നെ പറഞ്ഞു. പക്ഷെ ഹൗസിലുള്ളവർ തെറ്റായിട്ട് പറയുന്നില്ല, നമുക്ക് കേൾക്കുന്നവർക്ക്, നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം. എന്ത് കാര്യമായാലും നമ്മൾ ആണായാലും പെണ്ണായാലും ആണിനെ വിളിക്കരുത്, പെണ്ണിനെ വിളിക്കരുത്. അതിനൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആവശ്യമില്ല. പെണ്ണിനെ വിളിച്ചു അങ്ങനെയുള്ള ഒരു ഡിസ്ക്രിമിനേഷനോ വിക്ടിം കാർഡ് ഒന്നും ഇറക്കേണ്ടതല്ല. ബിഗ് ബോസിൽ പോയിരിക്കുന്ന ആൾക്കാരെല്ലാം സെയിം കണ്ടസ്റ്റന്റ്, അത് ആണായാലും പെണ്ണായാലും ഒരേ ആൾക്കാരാണ്, ഒരേ ലെവലാണ് അവർക്ക്. അപ്പോൾ അല്ലാണ്ട് ആണിന് കുറച്ച് കൂടുതൽ പെണ്ണിന് കുറച്ച് കുറവ്, അല്ലെങ്കിൽ പെണ്ണിന് കൂടുതൽ അല്ലെ ആണിന് കൂടുതൽ, അങ്ങനെയുള്ള ഒരു സംഭവമേ പാടില്ല. അപ്പോൾ എന്തായാലും രേണുവിനെ അങ്ങനെ വിളിച്ചതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അത് തെറ്റ് തന്നെയാണ്, തെറ്റാന്ന് തന്നെ നമ്മൾ പറയണം. പിന്നീട് അടുത്തതെന്ന് പറഞ്ഞാൽ അപ്പാനി ശരത്ത്. രാവിലെ അനുമോളും അപ്പാനി ശരത്തും തമ്മിലൊരു ഉടക്കായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അപ്പാനി ഇരുന്ന് ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാ ആൾക്കാരുടെ. അപ്പം അനുമോള് ആരോപിച്ച ആരോപണം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് കളിക്കുന്നു എന്നുള്ളൊരു ആരോപണം ആരോപിച്ചു. അപ്പം ഗ്രൂപ്പ് കളിക്കുമല്ല, അപ്പൊ അപ്പാനി കളി എങ്ങനെ കളിക്കണം എന്ന് 2-3 പേരെ കൂട്ടിച്ചേർന്ന് ഒരാളെ പുറത്താക്കാനുള്ള ഒരു വിദ്യയാണ് എന്നുള്ളതാണ് അപ്പാനി പറയുന്നത്. കുറച്ചൊക്കെ ശരിയാണ്. അവർ തമ്മിൽ ഒരു 2-3 പേരോട് ആലോചിച്ച് കൂട്ടിച്ചേർന്നിട്ട് ആൾക്കാരെ പുറത്താക്കുക, കളി അത് ഓക്കെയാണ്. ഇൻഡിവിജ്വൽ പ്ലേയുടെ ഒപ്പം തന്നെ ഒരു പിന്നെ എല്ലാവരോടും ഉള്ള ഒരു ഗ്രൂപ്പ് പ്ലേയും കൂടി കളിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആൾക്കാരെ വേണ്ടാത്തവരെയൊക്കെ ഔട്ടാക്കി കളയാൻ പറ്റും. അപ്പൊ അങ്ങനെ പറഞ്ഞു കൂടുതൽ ഷോ ഇറക്കല്ലെന്ന് പറഞ്ഞു. പിന്നെ അത് കണ്ട് അക്ബറും അനുമോളുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ചപ്പോഴും പറഞ്ഞു, അക്ബർ പറഞ്ഞു നീ കൂടുതൽ ഷോ ഇറക്കില്ലെന്ന്. പിന്നെ ഈ ബാത്റൂമിന്റെ മുടിയുടെ കാര്യവും പിന്നെ നമ്മളെ ടിഷ്യൂസിന്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ രാവിലെ അതിന്റെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോട്ടെല്ലാം തോന്നുന്നു, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരും കണ്ടില്ലെന്ന് തോന്നുന്നു, ആരും കാണുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് കേട്ടോ, എന്നാലും നിങ്ങൾക്ക് എൻ്റെ ഒരു അപ്ഡേറ്റ് ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോഴ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അപ്പൊ പറയുന്ന പിന്നെ നീ കൂടുതൽ ഷോ കാണിക്കില്ലെന്ന് അക്ബർ വന്ന് പറഞ്ഞു. എന്നാൽ അക്ബറിന് വളരെ മോശം ദിവസം. അക്ബറിന് ഇന്നലെ ഗോൾഡ് കോയിൻ കിട്ടി, എന്നിട്ട് പോലും അതും പോയി. ലാസ്റ്റ് നോമിനേഷൻ ലിസ്റ്റിലേക്ക് വരികയും ചെയ്തു. അപ്പോഴും അനുമോൾ തിരിച്ചു പറഞ്ഞു നീ കൂടുതൽ പട്ടി ഷോ കാണിക്കില്ലെന്ന് തിരിച്ചു പറഞ്ഞു. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞു. ഇപ്പൊ ഇന്നലെ അനുമോൾ കുറച്ച് ഇതായിരുന്നു. അതിനുശേഷം കുറച്ചൊന്ന് ഫയർ ആയി, കുറച്ചൊന്ന് ചൂട് പിടിച്ച് ഗെയിമിലേക്ക് വരാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം ബാത്റൂം ഏരിയയിൽ വാഷിംഗ് ഏരിയ ബാത്റൂം ഏരിയ വെച്ചിട്ട് രേണുവിനോട് ചോദിക്കുന്നുണ്ട് മുടിയുടെ കാര്യം. ഇങ്ങനെ മുടി ഇങ്ങനെ മാറ്റി ഇങ്ങനെ എടുത്തിട്ട് ചോദിച്ചു ഇതെന്താ
എന്താന്ന് ചോദിച്ചപ്പം ഇങ്ങനെ മുടി വെച്ചിരിക്കുവാണല്ലോ. അപ്പം രേണു വെക്കുന്നത് ബ്യൂട്ടി നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടല്ലോ, രേണു പോലും അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നണല്ലേ. രേണുവിന്റെ ആ ഒരു ഇത് ആ ബ്യൂട്ടീഷ്യൻ എടുത്ത് വെച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം അറിഞ്ഞു രേണുവിന് മുടി വെച്ചെന്ന്. പിന്നെ കാരണം രേണുവിന് ഇച്ചിരി മുടിയല്ലേ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പൊ രേണുവിന്റെ അടുത്ത് അപ്പൊ എത്ര രൂപയാന്ന് ചോദിച്ചപ്പോൾ അത് അപ്പൊ എന്താന്ന് ചോദിച്ചത്, എങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിച്ച് വലിയ അതിശയത്തോട് ചോദിക്കുന്നുണ്ട്. അനിമോളിനൊന്നും അറിയത്ത പോലെ, അനിമോൾ ആദ്യമായിട്ട് കാണുന്ന കണക്കാണ്. ഇതൊക്കെ നമ്മൾ എത്രയോ കാലം കൊണ്ട് ആൾക്കാർ മുടി വെക്കുന്നത് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരു സമയത്ത് നമ്മുടെ എന്താ പറയുക സോസിക, അതേപോലെ തന്നെ പിന്നെ നമ്മുടെ താരകല്യാണ്ടമുള്ള കൊച്ചിന്റെ പേരെന്തോന്ന് മറന്നുപോയി, ആ കുട്ടി, അവരെല്ലാം ഇങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികൾ മുടി വെക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. ബീന ആന്റണി ചേച്ചി ഇവരെല്ലാം മുടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് പിന്നെ അനിമോളിനൊന്നും അറിയാത്ത രീതിയിൽ അനിമോൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ ഇവള് പിന്നെ രേണു അപ്പൊ ഇത് കൊളാബാണെന്ന് പറഞ്ഞു. ഇത് എത്ര രൂപയായി, ഇത് ചേച്ചി ചെയ്തതാണോ, എത്ര രൂപയായി എന്ന് ചോദിച്ചാൽ അത് കൊളാബാണെന്ന്. അപ്പൊ ഉടനെ ഇല്ല കളിയാക്കിക്കൊണ്ട് കൊളാബ് ഇങ്ങനെ അതൊരു ഭയങ്കര ഇല്ല. നമ്മള് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ കേൾക്കാതെ പറയത്തില്ല. അപ്പൊ അത് സെയിം അതുപോലെ തന്നെ അതങ്ങ് കറക്റ്റായിട്ട് ബിഗ് ബോസ് പിടിച്ചോടിട്ട്. അപ്പൊ അത് കൊളാബ് എന്ന് പറഞ്ഞാൽ അത് കൊളാബ് അല്ലല്ലോ. കാരണം 60 അപ്പോൾ ഒരാളും കൊളാബ് ചെയ്തായിട്ട് അറിയത്തില്ല. അങ്ങനെ മുടിയൊന്നും വെച്ചൊന്നും ആരും കൊളാബ് ചെയ്യത്തില്ല. കാരണം സോസികയൊക്കെ കാശ് കൊടുത്താണ് ചെയ്തത്. സോസിക വരെ പണ്ട് കാശ് കൊടുത്തിട്ടാണ് മുടി വെച്ചത്. അപ്പോൾ 60,000 രൂപയ്ക്കാണ്. അപ്പൊ ഇത്രയും രൂപ എന്തുകൊണ്ടാണ് രേണു എപ്പോഴും എല്ലാം കള്ളമാണല്ലോ പറയുന്നത്. രേണുവിന് ഇല്ലായ്മയാണല്ലോ പറയുന്നത്. രേണു എപ്പോഴും ലാസ്റ്റ് തന്നെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ രേണുവിന്റെ വന്ന എന്തുവാണ്, ഫോണിനകത്ത് പിന്നെ കാശില്ല, എനിക്ക് ഫോൺ വാങ്ങിക്കാൻ കാശില്ല. അപ്പൊ അതുകൊണ്ട് യൂട്യൂബ് ചാനലിൽ നല്ലൊരു വീഡിയോ പോലും ഇടാനായിട്ട് ഒരു ഫോൺ വാങ്ങിക്കാൻ കാശില്ല, ഞാൻ എൻ്റെ ചേച്ചിയുടെ വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഒരു വീഡിയോ വന്നത്. അപ്പൊ രേണുവിനെ സംബന്ധിച്ചോടെ കാശെല്ലാം പൂറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ കാശെല്ലാം ആവശ്യമില്ലാത്ത കാര്യത്തിനെല്ലാം ചിലവാക്കിയിട്ട് ഇല്ല എന്നുള്ള പറയുന്നതാണ് നമ്മൾ കുറെ കാലമായിട്ട് കേൾക്കുന്നത്. കാരണം എന്തെല്ലാം ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ആണ് പിന്നെ നമ്മുടെ രേണു ചെയ്തിട്ട് പോയത്. അതൊക്കെ ഏതൊരു സ്ത്രീക്കും ഇഷ്ടമാണ്, ആഗ്രഹമാണ് ഇല്ലേ. നമുക്കൊരു ബ്യൂട്ടി, ഇപ്പൊ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്ന ആളല്ലാത്തതുകൊണ്ടാണ്. കാരണം എനിക്ക് നാളെ ചിലപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി എനിക്ക് കുറച്ച് സൗന്ദര്യം കൂട്ടണമെന്ന് തോന്നി ഞാനും പോകും. കാശുണ്ട് ഇല്ലെങ്കിൽ നമ്മളോടിരിക്കും. അപ്പൊ നമ്മൾ കുറച്ച് കാശ് ഉണ്ടാക്കാൻ ശ്രമിക്കും. ദൈവമേ എനിക്കൊന്ന് ബ്യൂട്ടി പാർലർ, എല്ലാവരും പോകുന്നു ബ്യൂട്ടി പാർലറിൽ, അപ്പൊ എനിക്കും ഒന്ന് പോകണം എന്ന് ഞാനും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം നമ്മൾ സൗന്ദര്യം കൂട്ടാൻ ആഗ്രഹിക്കുന്നവരാ, മുടി വെക്കാൻ ആഗ്രഹിക്കുന്നത്. അതൊന്നും എനിക്ക് ഒരിക്കലും അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ രേണു ചെയ്ത ഒരു കാര്യം, കുളിക്കാൻ പറ്റില്ല, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് കുളിക്കാൻ പറ്റും. അതെനിക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ട് ആഴ്ച ഒരു ദിവസം കുളിക്കാൻ പറ്റണമെന്ന്. കാരണം മുടി വെച്ചവരാരും കുളിക്കണില്ല. അപ്പൊ ഈ ചൂടത്തെ വിയർത്താലൊക്കെയുള്ള അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാനേ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും ഒരു ആഴ്ചയിൽ ഒരു ദിവസമേ കുളിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞത്. ഞാൻ ആഴ്ച ഒരു ദിവസമേ കുളിക്കുള്ളൂ എന്ന് പറഞ്ഞത്. നമ്മൾ ഈ കഴിഞ്ഞ സീസണിലെ ജാസ്മിൻ ജാഫർ, ഞാൻ കുറേ വീഡിയോ റോസ്റ്റ് ചെയ്താട്ടോ ജാസ്മിനെ. 4 ലക്ഷം 5 ലക്ഷം ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ കുളിക്കാത്ത ഉള്ളൊരു സംഭവമൊക്കെ ഞാൻ റോസ്റ്റ് ചെയ്ത്. പക്ഷെ പിന്നെ എനിക്ക് വിഷമമായി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും വേണ്ടായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു. ഇനി അവളെ മനഃപൂർവ്വം, ജാസ്മിൻ ജാഫറിനെ നമ്മൾ മനഃപൂർവ്വം ദ്രോഹിച്ചൊന്നുമില്ല. അവളവിടെ കാണിച്ച വൃത്തികേടുകൾ, ഒരു വൃത്തിയില്ലായ്മ, ഭയങ്കര ക്ലീനിങ്, കുളിക്കാറും ഇല്ല. പിന്നെ അതേപോലെ നഖം കടിക്കൽ, കാലിന്റെ നഖമൊക്കെ കടിക്കുന്ന കാണുമ്പോൾ ആർക്കാണ് ദേഷ്യം വരുന്നത്. അങ്ങനെ ഞാൻ ഇട്ടുപോയതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അത് കണ്ടു. ഒരുപാട് ആൾക്കാർ, ഈ ചാനലല്ല കേട്ടോ, എനിക്ക് വേറൊരു ചാനലായിരുന്നു. അപ്പോൾ ആ ചാനൽ ഇപ്പം കട്ടാക്കി വെച്ചിരിക്കുകയാണ്, പ്രൈവറ്റ് ആക്കി ഇട്ടേക്കുവാണ്. അപ്പൊ ആ ചാനലിലാണ് പിന്നെ നമ്മൾ ഇട്ടിരുന്നത്. അതുകൊണ്ടാണ് എന്നെ ഇപ്പൊ ആർക്കും അറിയാത്തത്. എനിക്ക് അതുകൊണ്ടാണ് സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തത്. അപ്പൊ എല്ലാവരും വന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്റെ വീഡിയോ ആര് കാണുന്നുണ്ടോ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ജാസ്മിൻ ജാഫറിന് അന്ന് ഞാൻ വിട്ടു. അതുപോലെ എനിക്ക് സെയിം ആണ് തോന്നിയത്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ കുളിക്കത്തോളന്ന്. അപ്പൊ ഈ കൊച്ചി ചൂട് സമയമാകുമ്പോൾ എന്ത് ചെയ്യും. അതുപോലെ മുടി ഇങ്ങനെ അഴിച്ചിട്ടേക്കുക. ഈ കൊച്ചിന് മുടി ഇവിടെ കെട്ടി വെക്കാൻ പറ്റൂല. ഞാൻ അന്വേഷിച്ചു, അങ്ങനെ ചെയ്തിരിക്കുന്ന ഇങ്ങനെ എന്തോ നീളത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കണം. ആ മുടി വെക്കുന്ന മുടി ഇവിടെ കെട്ടിവെക്കാം, കൊണ്ട കെട്ടിവെക്കാം. ഇതിനെ മുടിയെല്ലാം കൂടി എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കെട്ടിക്കൂടായോ? എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. അവിടെ മുടി വെച്ചവരാണ് കൂടുതലും. ജിസലായാലും എല്ലാവരും മുടി വെച്ചിട്ടിരിക്കുക. അപ്പൊ അവരെല്ലാം കെട്ടിവെക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ കൊച്ചിന് അങ്ങനെ കെട്ടി, ഈ മുടിയെല്ലാം അഴിച്ചിടുന്നതുകൊണ്ട് ഇത്രയും ചൂട്. അപ്പൊ എന്നിട്ട് കുളികയോട് ചെയ്യാതിരിക്കുമ്പോൾ ഒരു അവസ്ഥ ആലോചിക്കാൻ വയ്യ കേട്ടോ. സത്യം എനിക്ക് ആലോചിക്കാനേ വയ്യ. അപ്പൊ അതുമൊക്കെ ഈ സോഷ്യൽ മീഡിയയിലാണ് ഇതെല്ലാവരും കാണുന്നതാണ്, പുറത്തേക്ക് പോകുന്നതാണെന്ന് ഈ കൊച്ചിന് മനസ്സിലാവാത്ത എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇതിങ്ങനെ വായി തോന്നുന്നത് വിവരക്കേടും കള്ളവും പറഞ്ഞല്ലാതെ ഒരു പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു സാധാരണ ബുദ്ധി ഇതിനില്ല. നോർമൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു കോമൺ സെൻസ് ആയിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു ബുദ്ധി രേണു സുധിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ പറയത്തില്ലായിരുന്നു ഞാൻ കുളിക്കാറില്ലെന്ന്, അല്ലെങ്കിൽ കുളിക്കാറില്ല എന്നൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും പറയും. അപ്പൊ അങ്ങനെയുള്ള കുറേ സംഭാഷണങ്ങൾ കാര്യങ്ങളൊക്കെ കടന്നു. രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും
പിന്നെ തമ്മിൽ അവർ വഴക്കും പ്രശ്നങ്ങളും, ഷാനവാസിന്റെ കുറെ പ്രശ്നങ്ങൾ, പിന്നെ അത് ലാസ്റ്റ് എന്തായാലും നമ്മുടെ പിന്നെ അനീഷുമായിട്ട് കുറെ പ്രശ്നങ്ങൾ, അനീഷും പിന്നെ സന്ധ്യയ്ക്ക് അനീഷും എന്താ പറയുക ആര്യനുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അനീഷിന്റെ പിന്നെ കോയിൻ തട്ടിയെടുക്കാൻ വേണ്ടി ആര്യൻ വന്ന് പോക്കറ്റിൽ കൈയിട്ട്, അപ്പൊ ഭാ ചെറ്റ് ഇങ്ങനെയാണ് വിളിച്ചത്, ഭാ ചെറ്റ് എന്നും പറഞ്ഞിട്ട് അനീഷ് ആര്യന്റെ തോളെ കയറാൻ ചെന്ന്. അപ്പോഴത്തേക്ക് ആര്യൻ പറഞ്ഞു പിന്നെ അപ്പോഴത്തേക്കും അവിടെ ഇരുന്നവർ പറഞ്ഞു അയ്യോ ചെറ്റേന്ന് വിളിച്ചു. അപ്പൊ ഉടനെ പിന്നെ അനീഷ് പറഞ്ഞ് എന്റെ ആസ്ഥാനത്ത് പിടിച്ചെന്നാക്കി. അങ്ങനെ ഒരു രസമായിരുന്നു ഇന്നലെ ആ ഒരു വൈകുന്നേര സമയത്ത് രണ്ടുപേരുടെ. പിന്നെ ഈ ആസ്ഥാനത്ത് പിടിച്ചു എന്നുള്ളൊരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് ആരും ഞങ്ങൾ അടങ്ങി. കാരണം ഇനി ആസ്ഥാനത്ത് പിടിക്കുന്ന അന്നല്ല പ്രശ്നം, ഫിസിക്കൽ അസോൾട്ടിന് അകത്ത് പോയാൽ പുറത്തു പോയാൽ നമ്മൾ ഈ ജയില്, പോലീസ് സ്റ്റേഷൻ, കോടതി, വക്കീലായതുകൊണ്ട് ഈ അകത്ത് പോവാന്നുള്ള ചിന്തയുടെ പുറത്തേക്ക് പോവാന്നുള്ളത് ആലോചിച്ചില്ല. അപ്പൊ എന്തെങ്കിലും അങ്ങനെ അത് അവിടെ വെച്ച് ഒതുങ്ങി. അങ്ങനെ പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഇപ്പൊ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എല്ലാവരും പോരുന്നു തോന്നുന്നു. മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു എല്ലാവരും അകത്തേക്ക് വരാൻ, ലിവിങ് ഏരിയയിൽ വരാനായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തനുസരിച്ച് എല്ലാവരും ലിവിങ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ കോയിൻ എടുത്ത പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പരസ്പരം ഈ കോയിൻ കയ്യിലുണ്ടല്ലോ. അപ്പൊ ഇന്നലെ അതിന് കെട്ടിവിന അക്ബറിനെയാണ് ഇന്നലെ അക്ബർ ആ ഗോൾഡ് കോയിൻ കിട്ടിയ അക്ബറിനോ സ്വയം നോമിനേറ്റ് ആയിട്ട് വന്ന്. കാരണം ഗോൾഡ് കോയിൻ കിട്ടിയ ആൾ എന്ത് ചെയ്യണം, ഒരാളിനെ സെലക്ട് ചെയ്യണം. അയാൾക്ക് ഒരാളിനെ നോമിനേറ്റ് ചെയ്യാം അടുത്ത ആഴ്ചത്തേക്ക്, അടുത്ത വീക്കിലേക്ക് എവിക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം നോമിനേഷൻ ചെയ്യുന്നതിന് അതിന് നോമിനേഷൻ എങ്ങനെ ചെയ്യണം, വേറെ ഒരാളിനെ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനെ അയാൾ സെലക്ട് ചെയ്തിട്ട് അയാൾ ഗോൾഡ് കോയിൻ എടുക്കണം. ആ ഗോൾഡ് കോയിൻ എടുത്തില്ലെങ്കിൽ ഈ രണ്ടുപേരിൽ ആരെങ്കിലും എവിക്ഷൻ ലിസ്റ്റിലേക്ക് പോകും. എന്തായാലും അക്ബറിന് ഒരു ഭാഗ്യമില്ലെന്നുള്ളത്. ഇന്നലെ അക്ബറിന്റെ കഷ്ടകാലമായിരുന്നു, വളരെ മോശം ദിവസമായിരുന്നു. എന്തായാലും പിന്നെ ആര്യനെയാണ് അക്ബർ തെരഞ്ഞെടുത്തത്. അപ്പൊ അതിനുശേഷം ആര്യനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷം ആര്യൻ എന്തായാലും ഗോൾഡ് കോയിൻ കിട്ടിയില്ല. ലാസ്റ്റ് പിന്നെ രണ്ടുപേരിൽ ഒരാൾ എവിക്ഷൻ ലിസ്റ്റിലേക്ക് പോകണം. അപ്പൊ ആര്യൻ ഓൾറെഡി ഈ ആഴ്ച എവിക്ഷനിലുണ്ടെന്ന്, നോമിനേഷനിലുണ്ടല്ലോ. അപ്പൊ ഇനിയിപ്പോ അങ്ങനെ ലാസ്റ്റ് രണ്ടുപേരോട് തർക്കിച്ച് അക്ബർ തന്നെ പറഞ്ഞു അടുത്ത ആഴ്ചത്തേക്ക് ആവാന്ന്. അപ്പൊ അക്ബറിനൊരു ചെറിയ പേടിയുണ്ട്. കാരണം രേണുവിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കും ഔട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല, നെഗറ്റീവ് ആവുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. പ്രേക്ഷകരുടെ വോട്ടൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടോ, കുറവാണ്, അതിന്റെ പ്രശ്നമില്ല. കാരണം കളിയല്ലേ. ഇപ്പം പിന്നെ പല പല വ്യാഖ്യാനങ്ങളുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചു, എന്ത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊന്നും ഇതിനകത്ത് പറയരുത്. കാരണം സ്ത്രീത്വത്തെ അപമാനിക്കേണ്ട ഒരാണായാലും പെണ്ണായാലും അങ്ങനെ പറഞ്ഞത് മോശമായിപ്പോയി. അതിനൊരു സോറി ഒക്കെ പിന്നെ ഹൗസ് അല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിന് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ വീഴുക, അപ്പൊ തന്നെ നമ്മൾ സോറി പറഞ്ഞതൊന്ന് സോൾവ് ആക്കുക. അതിനപ്പുറത്തേക്കില്ല. വേണമെങ്കിൽ പിന്നെ പിന്നെ എന്താ പറയുക, നമ്മുടെ രേണുവിന് അതൊരു വലിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ രേണുവിനൊരു ബുദ്ധിയില്ല എന്നുള്ളത് ഞാനിപ്പോൾ അത് പറയത്തില്ല എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന്. കാരണം ഞാനും നമ്മളൊരു BB ഹൗസ് കാണുമ്പോൾ ഒരു BB മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത് അത്രമാത്രം ക്രൂഷ്യൽ. കാരണം അനു ഓർമ്മ വരുന്നത് പിന്നെ രേണുവിന് ഇവിടെ നെഗറ്റീവാണ്. രേണുവിന് പോസിറ്റീവ് ആവാൻ പറ്റുന്ന ഒരു ചാൻസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ രേണുവിന് ബുദ്ധിയില്ല. രേണു ചുമ്മാ പൊട്ടയായിട്ടാണ് അവിടെ പോയേക്കുന്നത്. രേണു എന്തിനാണ് പോയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായതുകൊണ്ട് രേണു എന്തെടുക്കുന്ന അറിയാനായിട്ട് ഇവിടെ ഒരു കാര്യങ്ങൾ ഉണ്ടാവും എന്ന് ബിഗ് ബോസ് കരുതിയിട്ട് ബിഗ് ബോസ് വിളിച്ചതായിരിക്കും മേബി. പക്ഷെ അല്ലാണ്ട് രേണുവിന് ഒരു കളിയുമില്ല, രേണുവിന് കുന്തവും ഇല്ല, രേണുവിന് ടാസ്കും ചെയ്യാൻ അറിയത്തില്ല. കാരണം ആകപ്പാട് ഇത്രയേ ഉള്ളൂ. തെറിച്ച ഉടനെ ദൂരെ പോകും. ആരെങ്കിലും കൊണ്ടുവന്നൊരു തട്ട് കൊടുത്താൽ രേണു തെറിച്ചു പോകും. ഇത്രയും ആരോഗ്യം കടയില്ലാത്തൊരു കൊച്ചിനെ എന്തിനാണ് അതിനെ അങ്ങോട്ട് കൊണ്ടുപോയെന്ന് എനിക്ക് മനസ്സിലാവില്ല. നീളവും ഇല്ല, വണ്ണവും ഇല്ല, ബോഡി ഷെയിം പറയാലോ, ഒരു ഇച്ചിരി സ്ട്രോങ് ആയിട്ട് നിൽക്കണ്ടേ. അതിപ്പം അറിഞ്ഞു വീഴെന്നും പറഞ്ഞാൽ നിൽക്കുന്നത്. പിന്നെ നാക്ക് ഞാൻ പറഞ്ഞു 100 ഗ്രാം അവരുടെ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാരാണ് പറയുന്നത് 100 ഗ്രാം വെയിറ്റേ ഉള്ളൂ. 100 ഗ്രാം വെയിറ്റ് 400 കിലോ നാക്കുണ്ട്. പക്ഷെ ഈ നാക്ക് പോലും ഇവിടെ പുറത്ത് കാണുന്നില്ല, നാക്ക് പോലും അറിയുന്നില്ല. അതാണ് രേണുവിന്റെ അവിടുത്തെ അവസ്ഥ. അപ്പൊ രേണുവിന് നല്ലൊരു ചാൻസ് ആയിരുന്നു കേട്ടോ, വളരെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പൊങ്ങി വരാൻ വേണ്ടി. പക്ഷെ രേണു അത് കറക്റ്റ് ആയിട്ട് അത് എടുത്തില്ല. കാരണം രേണു അതിന് പിടിച്ച് കയറാൻ ശ്രമിച്ചില്ല. അയ്യോ ഞാനങ്ങളായിരുന്നു എപ്പോൾ ഭൂകമ്പം ഉണ്ടാക്കിയത്, ഭയങ്കര ഭൂകമ്പം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് എന്നെ അവർ വിളിക്കുന്നത്. എന്നെ തന്നെ അല്ല, നമ്മളെല്ലാവരെയും വിളിക്കണ്ടേ. ഈ നാട്ടിലിരിക്കുന്ന പ്രേക്ഷകരായാലും റിവ്യൂ പറയുന്ന ആൾക്കാരായാലും എത്ര ഇതിനെക്കാട്ടി നല്ല അടിപൊളിയായി. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇനി എന്താ നമുക്കറിയത്തില്ല. നമുക്ക് വീട്ടിൽ നിന്ന് വായി തോന്നുന്ന ഇവരൊക്കെ ഇങ്ങനെ ഇന്ന് വിളിച്ചു പറയും. പക്ഷെ അവിടെ ചെല്ലുമ്പോഴറിയാം അതിന്റെ ബുദ്ധിമുട്ട്. കാരണം ഈ ആഴ്ച ഈ സീസൺ എന്ന് പറഞ്ഞാൽ പണി 7ന്റെ പണി എന്ന് പറഞ്ഞാൽ 8ന്റെ പണിയാണ്. 8 മക്കളെ ഭയങ്കര പണിയായിപ്പോയി. കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ പിന്നെ സീസണുകളിൽ നമ്മൾ കണ്ട അവിടെ വായി നോക്കി വെറുതെയൊക്കെ ഇരിക്കുന്ന എല്ലാവരും ആദ്യത്തെ കുറെ നാൾ ഇങ്ങനെ ഈച്ചയെ അടിച്ച് വർത്താനം പറഞ്ഞ് കുശുമും കുന്നായും പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. വലിയ ടാസ്ക് ഒന്നുമില്ല, ചെറിയ ചെറിയ ടാസ്കുകളാണ് കിട്ടുന്നത്. പക്ഷെ ഈ ആഴ്ച ഈ സീസണിൽ ഫസ്റ്റ് വീക്ക് തൊട്ട് കട്ട ടാസ്ക്. ഉറങ്ങാൻ പറ്റുന്നില്ലെന്നേ, പുറത്തിരിക്കും. ഉറങ്ങാൻ പറ്റാത്ത ഒരു മനുഷ്യൻ. നമ്മൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ഉറങ്ങാൻ പറ്റും, 3-ാം ദിവസം എന്ത് ചെയ്യും? ഉറങ്ങിയില്ലേ നമ്മൾ വീണ് പോകും. അപ്പൊ ഉറപ്പായിട്ട് ഇന്നാണെങ്കിൽ പിന്നെ രാവിലെ ഇന്നലെ ശൈത്യ ഇച്ചിരി ഒന്ന് ഉറങ്ങി. പക്ഷേ പൊക്കിക്കൊണ്ട് പോയ സമയത്ത് ശൈത്യം കൊണ്ടുവന്ന്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ശൈത്യം ഔട്ടായിന്. അപ്പൊ ഇത്രയാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്സ്.
അപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയി, കുറേ പേരൊക്കെ അവിടെ ലിവിങ് ഏരിയയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും അടിയുണ്ട് എന്തായാലും അപ്പാനി കുറച്ച് പിന്നെ ഗെയിമൊക്കെ കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പാനി ഷാനവാസ്, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും കൊണ്ട് ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആണുങ്ങളെയും കാട്ടി ഇപ്പോൾ സ്ത്രീകൾ കുറച്ച് ബിന്നിയൊക്കെ കുറച്ച് നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഈ ബിൻസിയൊക്കെ എന്തുവാന്ന്, RJ ബിൻസിയൊക്കെ എന്തിനാണ് കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. RJ ബിൻസിയൊന്നും ഒട്ടും കൊള്ളത്തില്ല. പിന്നെ രേണു കൊള്ളൂല, RJ ബിൻസി കൊള്ളൂല. പിന്നെ സരിക ഇന്നലെ കിടന്ന് കുറച്ച് സംസാരിക്കുന്നുണ്ട്. സരിക, പിന്നെ മറ്റേ അവരുണ്ടല്ലോ, അവരെന്തൊരു ശാരികയൊക്കെ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു. പിന്നെ അനീഷ് ചൊറിയായിട്ട് തന്നെ എല്ലാവരും ചൊറിഞ്ഞ് നടക്കുകയാണ്. ഇന്നലെ ആ ഉരുട്ടുവണ്ടിയുടെയൊക്കെ നല്ല രസമായിരുന്നു. ഉന്തുവണ്ടി ഉന്തിക്കൊണ്ട് പോണത് നല്ല തമാശ. ബ്ലാക്ക് കോയിൻ കിട്ടിയവർ ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് പോകണമായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പൊ അതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്സ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.